Audience. മാവ് വിൽക്കാനുള്ള പരിപാടി വല്ലതും ഉണ്ടോ? ഇത് അല്ല, മാവേലോട്ട് നോക്കിയിരിക്കാൻ പറഞ്ഞിട്ട് കുറച്ചു നേരമായി. ശുദ്ധ ചെറ്റത്തരമാണ് എന്നോട് ഈ കാണിച്ചേക്കണത്. ഏടാ, ഒറ്റ വിളിക്ക് കിടന്നുറങ്ങിയ ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ എന്തോ നേട്ടത്തിനെ കാണിച്ചത്? എടാ കോപ്പ നീയല്ല. എടാ നാടറിയുന്ന നാട്ടുകാരറിയുന്ന നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായി നാട്ടുകാർ സ്നേഹിക്കുന്ന നാട്ടുകാരെ അംഗീകരിച്ച ഒരു പൊതുപ്രവർത്തകൻ ഈ വീട്ടിലുള്ളപ്പോൾ ഒരു പൊതുപരിപാടി നടക്കുന്നത് എന്നെ ക്ഷണിക്കാതെ വെറും ഒരു മറ്റേ കോൺസ്റ്റബിളായ അവനെ ക്ഷണിച്ചേക്കുന്നു. ഇനി ഞാനൊരു കാര്യം ചോദിച്ചോട്ട്, ഈ സുകുമാരൻ എന്ന് പറയുന്ന ഈ ചെറ്റ ഉണ്ടല്ലോ, അയാൾ എന്താ അയാളുടെ വിചാരം? എനിക്കതാ മനസ്സിലാവത്തെ. അയാൾ നിങ്ങളുടെ ബന്ധുവല്ലേ, എന്നിട്ട് മറ്റൊരു യാത്ര എങ്ങനെ ഒഴിവാക്കി? ഇവിടെ ബന്ധു എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലുള്ള അല്ലല്ലേ, അവളെ ആരെ ആ മാമന കുഞ്ഞമ്മ എന്തൊക്കെയാണ്. അല്ല ആലോചിച്ച് നോക്ക്, ഈ കനകൻ എന്ന് പറയണ അവൻ ജനിച്ച അതേ വയറ്റിൽ തന്നെയാണ് ഈ തങ്കം എന്ന് പറയുന്നത് എൻ്റെ ഭാര്യയും ജനിച്ചേക്കണത്. സ്വാഭാവികം. അത് ഇത് തന്നെയല്ല ആണല്ല. അപ്പോൾ ഞാൻ ആരാണ് അവളുടെ തങ്കത്തിൻ്റെ ഭർത്താവ് അല്ലേ? അപ്പോൾ എന്നോടൊരു വാക്ക് പറയണ്ടേ? അതാണ് മര്യാദകേടല്ലേ കാണിച്ചത്. അതാ ഇതെല്ലാം പോട്ട്. അല്ലെങ്കിൽ ഈ വായി നോക്കി ഈ പോലീസുകാരനുണ്ടല്ലോ, അവനൊന്ന് ചിന്തിച്ചൂടെ, എന്നെ വിളിക്കാതെ ഇങ്ങനെ ഒരു പരിപാടിക്ക് അവൻ പങ്കെടുക്കാൻ കൊള്ളാമോ? ഒരിക്കലും പാടില്ല. അപ്പോൾ തള്ളിക്കൊണ്ട് അവൻ പോയിക്കല്ലേ. വളരെ മോശം. ഹോട്ടൽ ഉദ്ഘാടനം അവൻ അവിടെ സദ്യയൊക്കെ ഉണ്ടല്ലോ, അവൻ പോട്ടെന്ന് അവൻ. മച്ചമ്പി ഉദ്ഘാടനം പോരാത്ത മച്ചമ്പി വിഷമിക്കണ്ട. എൻ്റെ കൂടെ വർക്ക്ഷോപ്പിൽ പണിക്ക് വന്നുകൊണ്ടിരുന്ന പ്രശാന്തില്ലേ, അവൻ്റെ പെങ്ങൾ ഒരു തയ്യക്കടയും മറ്റേന്തോ ബോട്ടിലോ ആ സുനാട്ടി തുടങ്ങുന്നുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം ഞാൻ അവരോട് പറഞ്ഞിട്ട് മച്ചമ്പി കുടിച്ചുതരാം. ഇനി അതല്ല ഉദ്ഘാടനം പറ്റത്തില്ലെങ്കിൽ വിശിഷ്ടാതിയായിട്ട് മച്ചമ്പി വിളിപ്പിക്കാം. എന്നിട്ട് ആ ചടങ്ങിന് കനക മച്ചമ്പി വിളിക്കാതിരിക്കാം. അപ്പൊ കനക മച്ചമ്പിയെ വിളിക്കാതിരിക്കുന്നിടത്ത് മച്ചമ്പി കാറിനകത്ത് കയറി പോകുമ്പോൾ, എടാ എനിക്ക് ഈ ഉദ്ഘാടനം ചെയ്യാനൊന്നും കൊതിയായിട്ടൊന്നും അല്ല. എന്തോരം ഉദ്ഘാടനം ഞാൻ ചെയ്തേക്കണം, ഇനി എന്തോരം ഉദ്ഘാടനം ഞാൻ ചെയ്യാൻ കിടക്കണം. എടാ ഞാനും ചെയ്ത ഉദ്ഘാടനങ്ങളുടെയും ഞാൻ അധ്യക്ഷനായിരുന്ന പരിപാടികളുടെയും ലിസ്റ്റ് അങ്ങോട്ട് എടുത്താണ്ടല്ലോ, ഈ പോലീസുകാരുണ്ടല്ലോ കനകൻ, അവൻ ബോധം കിട്ട് വീഴും. കറി എന്തോന്ന്? കറി എന്നാ, മുട്ട വറുത്തതുണ്ട്, അച്ചിങ്ങ മെഴുക്ക് വരട്ടിയിട്ടുണ്ട്, ഇത്തിരി പച്ചമോരും കൂടി ഇതാക്കാം. ഓ എനിക്ക് ചോറ് വേണ്ട മക്കളെ. ആഹാ, കറി ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ലേ? അയ്യോ അതുകൊണ്ടല്ല, കനകന് കാപ്പി കുടിച്ചപ്പോ എന്നെ വിളിച്ചതാ. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ കഴിച്ച് ഞാൻ പിന്നെ കഴിച്ചോളാന്ന്. ഇപ്പൊ വിശപ്പില്ല. ആണോ? എനിക്ക് കാത്തു കെട്ടിരിക്കാനൊന്നും പറ്റില്ല. അമ്മ വന്നേ. അമ്മ ഇവിടുന്ന് കഴിക്കും ചേച്ചി, ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അയ്യോടെ എന്നിട്ട് വേണം എന്ത് കണ്ണി കണ്ടവരോടൊക്കെ ഓരോന്ന് പറഞ്ഞിട്ട് കിടക്കാനായിട്ട്. എന്തോന്ന് ഞാൻ വേണ്ടാതീരം പറയരുത്. ഞാൻ ആരോട് എന്തോ പറഞ്ഞെന്നാ നീ പറയുന്നത്? കണ്ണി കണ്ടവര് അമ്മ പറഞ്ഞില്ലേ എന്റെ കനകമ്മോന് ജോലി ഉള്ളതുകൊണ്ട് ഞാൻ കഞ്ഞിയും വെള്ളവും കുടിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞില്ലേ അമ്മാവനോട്? അയ്യോ അവൻ എന്റെ അന്യനാണ്, അവൻ എന്റെ ചോരയാണ്. ആഹാ, അമ്മാവൻ ചോരയായിരിക്കും. അപ്പൊ അമ്മായിയോ? അല്ല, അത് കേൾക്കേണ്ട താമസോടി അമ്മായി എന്നെ വിളിച്ചേക്കുന്നു. എന്ത് പറഞ്ഞു? തങ്കമ്മ എന്താ ഇങ്ങനെയൊക്കെ തുടങ്ങുന്നത്? അമ്മേനെ നിങ്ങളല്ലാതെ ആരാ നോക്കാനുള്ളത്? അമ്മയ്ക്ക് പറ്റു കൊടുത്താൽ എന്താ കുഴപ്പം? നമ്മുടെ തള്ളമാരെ നോക്കിയില്ലെങ്കിൽ നമ്മുടെ പിള്ളേര് നമ്മളെ നോക്കൂല കേട്ടോ. അതെന്ന് പറഞ്ഞ് ഭയങ്കര ഉപദേശം തന്നെ. ചേച്ചി ഒന്നും പറഞ്ഞില്ലേ? ഞാൻ എന്ത് പറയാനാ? ഈ അമ്മ ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറഞ്ഞോണ്ടല്ലേ? ഓരോന്ന് വിളിച്ചു പറഞ്ഞോണ്ട് അവളിന്ന് വരട്ടെ. എന്തെങ്കിലും കേൾക്കുന്നത് അവിടെ ഇവിടെ പറയാൻ നടക്കുന്ന അതെന്തായാലും വിളിച്ച് പറയണം. അങ്ങനെ കൊള്ളൂല്ലോ. ഉടനെ വിളിച്ച് ചേച്ചി എടുത്ത് പറഞ്ഞേക്കുന്നു. എന്നാലും ഈ അമ്മ അങ്ങനെ പറയണേ എന്തിനാ? അമ്മനെ നോക്കാഞ്ഞിട്ടാണ് ആരെങ്കിലും? ഒരു താളത്തിലങ്ങ് പറയാ. ചേച്ചി അമ്മ വെറുതെ പറഞ്ഞതായിരിക്കും. ഇത് വലിയ പ്രശ്നമാക്കിയത് ആരാ? അമ്മായി അല്ലേ? ക്ലീറ്റോ ചേട്ടൻ എന്തേ? ഓ, അതവിടെ വാത കയറിയിരിപ്പുണ്ട്. എന്തോ ഓരോ ദിവസം ഓരോ കാരണമല്ലേ. ഇന്നിപ്പോ കനകൻ മറ്റേ ഉദ്ഘാടനത്തിന് പോയില്ലേ, അതിന്റെ കാരണം. അതെന്താ ദേഷ്യപ്പെടാൻ? ദേഷ്യപ്പെടാൻ എന്താ ഇരിക്കുന്നത്? വിളിക്കുന്നവര് പോണോ വിളിക്കാത്തവര് പോട്ടോ? ക്ലീറ്റ പറയണത് രണ്ടും ഒരു ബന്ധമല്ലേ സുകുമാരൻ മാമനെ. നമ്മുടെ ആ വീടുമായിട്ട് ഈ വീടുമായിട്ട് ഒരു ബന്ധമല്ലേ. എന്നിട്ട് പിന്നെ കനകനെ മാത്രം വിളിച്ച് എന്തേന്നായി ചോദിക്കണേ? എന്റെ പോലെ ബന്ധം പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഒരു 100 കഥകൾ പറയണം, എന്നാലേ ബന്ധം ഉണ്ടാവത്തുള്ളൂ. നല്ല കാര്യം. എന്നെ വിളിച്ച എന്താന്നറിയോ? പണ്ടെങ്ങാണ്ടൊരു തല്ല് കേസില്ലായിരുന്ന, അതിൽ ഈ മാമനെ ഊരിക്കൊണ്ട് പോകുന്നത് ഏട്ടനല്ലേ, അതിന്റെ സ്നേഹത്തിൽ വിളിച്ചതാ. അതിന് ക്ലീറ്റോനെ വിളിക്കാത്തതിലുള്ള പരാതിയല്ല. പിന്നെ ക്ലീറ്റോനെ വിളിക്കാത്ത പരിപാടിക്ക് കനകൻ എന്തിനു പോയി? അതാണ് ചോദിക്കുന്നത്. കനകനും പോകാൻ പാടില്ലായിരുന്നു. ക്ലീറ്റോനെ വിളിക്കാത്തതുകൊണ്ട് കനകൻ പോയതാണ് പ്രശ്നം. അതിന് കനകനെ വിളിക്കാൻ ഇവിടെ ആര് വന്നു? ഇവിടെ വിളിക്കാൻ വന്നൊന്നും ഞാൻ കണ്ടില്ല. ഇവിടെ അല്ലേ? ഇവിടെ അല്ല വന്നത്, സ്റ്റേഷനിൽ വന്നാ വിളിച്ചത്. ഇവിടെ വന്ന അമ്മ കാണൂലേ? അതാ. അപ്പൊ അത് എണ്ണിപ്പറയ്ക്ക് അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മ വാ ചോറിന്. എന്റെ പൊന്നു,
അമ്മ വിളിച്ചെന്ന് വെച്ചാൽ അവിടെ പോയി കഴിക്കും. വരാനേ എല്ലാം ഒരു ഞാൻ അമ്മയുടെ കൂടെ കഴിക്കാൻ വേണ്ടിട്ട് അവിടെ ഇരിക്കണെങ്കിൽ വാ. ചേച്ചി വിളിച്ചല്ലേ ചെല്ലി. നീ ആയിരുന്നില്ലേ? എന്നാ നീ ഇവിടെ നിന്ന് കഴിയാൻ പറ്റുമല്ല. നാത്തൂനൊന്നും എനിക്ക് കൊടുക്കാൻ പറ്റൂല, എന്റെ അമ്മയ്ക്ക് നാത്തൂന് ഞാൻ വേണ്ട. കൊടുക്കുള്ളൂ. ഓ വാ. ചോറ് ഇച്ചിരി വേവ് കുറവല്ലേ എളീറ്റോ? ശരിയല്ല, നല്ല വേവ് കുറവുണ്ട്. പൊന്നു മക്കളെ, ഈ കറികളൊക്കെ കൂട്ടി ഞാൻ എങ്ങനെയാ ഈ കുന്തൻ ചോറ് തിന്നുന്നത്? ആ ചിങ്ങ നല്ലതല്ലേ? പിന്നെ അച്ചിങ്ങ ഇത് നല്ലതാണ്. ഉപ്പ്, ഇതിലൊന്നും ഉപ്പിനും താരുന്നില്ല. ഉപ്പില്ല, ഇച്ചിരി കൂടെ ഉപ്പ് ഇടണ്ടേ? അവിടെ ഇത്തിരി പുളിയും മുടങ്ങി അവിടെ നീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ എടുത്തോണ്ട് വാ. അമ്മ ദേ മോരൊഴിച്ചങ്ങ് കഴിച്ചേ. മോരിന്റെ നിഴല് പുളിയും ഇല്ല ഉപ്പും ഇല്ല, എന്തോന്ന് ഉണ്ടാക്കി വെച്ചു. ഈ പാടൊന്നും ഇല്ലായിരുന്നല്ലോ. ആ സുകുമാരൻ മാമന്റെ ഹോട്ടൽ ഉദ്ഘാടനത്തിന് വരുന്നത് വിഭവസമൃദ്ധമായ സദ്യ കഴിക്കാനും. ഭയങ്കര വിഭവം തന്നെ അവിടെ. അല്ല ഉമ്മാര് വിളിക്കാത്ത സദ്യ കയറി ചെല്ലാൻ പോണം. ഇപ്പൊ കനകച്ചമ്പി പോയത് എന്തൊരു മര്യാദകേടായിപ്പോയി. സ്വന്തം അളിയനെ വിളിച്ചിട്ടില്ല. ഒരു വിറ്റിക്ക് അപ്പുറം ഇപ്പുറം കഴിയുന്നേ. മച്ചമ്പിയാണെങ്കിൽ അങ്ങനെ പോവാ. കനകച്ചമ്പി വിളിക്കാത്തൊരു കാര്യം പോവോ? കഴിച്ചു കഴിഞ്ഞെങ്കിൽ എന്നിട്ട് പോയിട്ട് കൈ കഴിച്ച ഒരു വിഷമോ. അവൻ പറഞ്ഞാൽ എന്താ കുഴപ്പം? അവൻ എന്താ പറഞ്ഞാൽ എന്താ തെറ്റ്? ഒരുത്തൻ ചാടിക്കയറി പോയേക്കാണ്. അല്ലെ, എന്നെ പോലെ ഒരുത്തനോട് വിളിച്ചില്ല. പക്ഷേ ഇവിടെ വന്നിട്ട് ഒരുത്തൻ എന്നെ വിളിച്ച് അവനെ വിളിച്ചില്ലെങ്കിൽ ഞാൻ പോകില്ല. ഞാൻ എൻ്റെ പട്ടി പോലും പോകില്ല. ഇനി ഒരു കല്യാണം ആയിക്കോട്ടെ, അടിയന്തരം ആയിക്കോട്ടെ, പിന്നെ പാലുകാച്ച ആയിക്കോട്ടെ, എന്ത് തേങ്ങ ആയിക്കോട്ടെ, ഞാൻ പോകില്ല. അങ്ങനെയാണ് നമ്മൾ ശീലിച്ചേക്കണത്. ഇവിടെ ഓർത്തന്മാര് നമ്മളെങ്ങനെ കൊച്ചാക്കാന്ന് പറഞ്ഞിട്ടാണ് പോണത്. എന്റെ പൊന്ന് ക്ലീറ്റസ്, ഇവൻ പറയുന്നത് കേട്ടോണ്ട് നീ ഓരോന്ന് വിളിച്ച് പറയരുതേ. ദണ്ണമുണ്ട് അമ്മ, ദണ്ണം. അങ്ങനല്ലല്ലോ, ഞാൻ 10 ആളറിയുന്ന ഒരു പ്രമുഖനല്ലേ അമ്മ. ക്ലീറ്റോ, അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് ദേഷ്യം ഉണ്ടാവണ്ടേ? അമ്മേനെ വിളിച്ചിട്ടില്ല, അമ്മാവനെ വിളിച്ചിട്ടില്ല, അവർക്ക് ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ. അമ്മാവനെ വിളിച്ചില്ല നിനക്ക് എങ്ങനെ അറിയാടി? എങ്ങനെ അറിയാം നിനക്ക്? അമ്മാവനെ വിളിച്ചെങ്കിൽ അമ്മാവൻ പറയൂലേ? നീ ചുമ്മാ എഴുതാപ്പുറം വായിക്കല്ലേ. അങ്ങേരെ എല്ലാരും വിളി. എന്നോട് എന്തോ അങ്ങേർക്ക് ഉള്ളിൽ കിടപ്പുണ്ട്. അത് തന്നെ വരും. നീ നോക്കിക്കോ, അയാള് സുകുമാരൻ എന്ന് പറയണ ചെറ്റ എൻ്റെ അടുത്ത് വരും. എന്റെ പൊന്ന് ക്ലീറ്റസ്, നമ്മളെ ഇഷ്ടമല്ലാത്തോണ്ടായിരിക്കും അവര് വിളിക്കാതിരുന്നത്. വിളിച്ചവര് പോകും, വിളിക്കാത്തവര് പോകത്തില്ല. അതിന് നീ ഇങ്ങനെ വെപ്രാളം കാണിക്കുന്ന തോന്നിന്. നിനക്ക് ഇത്രയൊക്കെ പ്രായമായില്ല, ഇത്തിരി പക്വതയൊക്കെ കാണിക്കണ്ടേ? ഇത് വേണേ പോയി ആ പുളിമുളകും ഞോണ്ടി വെച്ചിട്ടുണ്ട്, ഇങ്ങോട്ട് എടുത്തോട്ട് വാ. എനിക്ക് വരാതെ പരിഭവമൊന്നുമില്ല. എനിക്കെന്തൊരു വിഷമം. 4 അന്തസ്സ എത്രയോ സ്ഥലത്ത് ഞാൻ ഉദ്ഘാടനം ചെയ്യാനും ഇതിനൊക്കെ പോയിട്ടുള്ള ആളാണ്. നീ എത്ര ചെയ്യാതിരിക്കുന്നു. ഓ, സുകുമാരൻ മാമന്റെ പിന്നെ അവൻ വലിഞ്ഞു കയറി പോയവന്റെ കാര്യമാണ്. പോട്ടെ. ഞാൻ അവിടുന്ന് 1 മണിക്ക് പോന്നു. ഈ ഭക്ഷണം കഴിച്ചോ. ഞാൻ ചേച്ചിയുടെ വീട്ടിലൊന്ന് വന്നിട്ടേ അവിടുന്ന് വൈകുന്നേരമായിട്ട് വരാം, വെയിലാറിയിട്ട് വരാം. ശരി ശരി. ഇതെന്നത് മണവാളനായിട്ടുണ്ടല്ലോ. ചന്ദനമൊക്കെ തൊട്ട് ചന്ദനമൊക്കെ തൊട്ട് ഒരു പരിപാടി ഉണ്ടായിരുന്നു. എന്നാ പരിപാടി? നമ്മുടെ സുകുമാരന്റെ കടറ ഉദ്ഘാടനം അല്ലേ, അവിടെ പോയിട്ട് വരണം. ഹോട്ടലിലെ ഉദ്ഘാടനത്തിന് അമ്മാവനെ വിളിച്ചാ? പിന്നെ നമ്മുടെ കുടുംബക്കാരനല്ലേ, എന്നെ വിളിക്കാണ്ടിരിക്കും. കനകനും ഉണ്ടായിരുന്നില്ല അവിടെ. ഇതെന്താ ഇപ്പം വരാഞ്ഞ്? എടി, എന്തൊക്കെ രാഷ്ട്രീയക്കാരനാന്ന് പറഞ്ഞാലും ഒരു ആവശ്യത്തിന് കുടുംബക്കാരേ ഉണ്ടാവുള്ളൂ. അതൊന്നും അവനെ പറഞ്ഞ് മനസ്സിലാക്കി. അവൻ വരാഞ്ഞ് മോശമായിട്ടത്. എന്തിനു ഞാൻ ഇപ്പൊ പോണ്? ഞാൻ നല്ല ഭക്ഷണം കഴിച്ചു. ഹോട്ടൽ ഉദ്ഘാടനമല്ലേ, അടിപൊളി ഫുഡ് അടി. അമ്മ അപ്പുറത്തിരിക്കുക, അതുകൊണ്ടാ. അമ്മ അപ്പുറത്തിരിക്കുക. ഇങ്ങോട്ടാ, ഇനിയിപ്പോ വെയിലൊക്കെ പോയി ചായ കുടിച്ചിട്ട് പോലെ. ഞാൻ ചേച്ചിനെ കണ്ടു പോവാ. അല്ല, ഒരു മിനിറ്റ് നിന്നേ. പിന്നെ അമ്മാവനിപ്പോ അവിടെ ഉദ്ഘാടനത്തിന് പോയത് സദ്യ കഴിച്ച കാര്യമൊന്നും ഇപ്പൊ പുറത്ത് പറയണ്ട. എടി, ഞാൻ വലിഞ്ഞു കയറി പോയതൊന്നല്ല, കുടുംബത്തിൽ ക്ഷണിച്ചിട്ട് പോയതല്ലേ. അതിനെന്താ കുഴപ്പം? എല്ലാ ആൾക്കാരോട് പറഞ്ഞ എന്റെ അമ്മാവ ഈ ഉദ്ഘാടനത്തിന്റെ കാര്യം പറഞ്ഞ അവിടെ ഭയങ്കര യുദ്ധം നടക്കുവാ. എന്തിന്? ക്ലീറ്റോനെ വിളിച്ചില്ല. എന്താ അറിഞ്ഞൂടാ, ക്ലീറ്റോനെ വിളിച്ചില്ല. ആ കനകനെ വിളിച്ചു. കനകൻ പോയിന്നും പറഞ്ഞ് വേണ്ട വഴക്ക്. ഞാൻ പറഞ്ഞു അത് വേറെ എന്തോ കാര്യത്തിന് വേണ്ടി വിളിച്ചേക്കണതാ, അമ്മേനെ വിളിച്ചിട്ടില്ലല്ലോ, അമ്മാവനെ വിളിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അതിനകത്ത് ലേശം തണുത്തിരിക്കുക. ഇപ്പൊ അമ്മാവനെ വിളിച്ചെന്നെങ്ങാനും പറഞ്ഞു, ഇനി അത് മതി. അതല്ലേ? അല്ല, എന്നാലും ഇപ്പൊ എന്താ വിളിക്കാതിരിക്കാൻ കാരണം? എനിക്കറിഞ്ഞൂടാ, പാമ്പിടിച്ചവൻ എന്താ വിളിക്കാഞ്ഞെന്ന്. ചിലപ്പോ വിട്ടുപോയതാ. വിട്ടുപോയതായിരിക്കുള്ളൂ. അല്ലെങ്കിൽ വല്ല കാശും കൊടുത്തിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവണോ? അല്ലേ? അവിടെ ഒന്നും പോയി ചോദിക്കോ? അവിടെ ഒന്നും പോയി ചോദിക്കൂല ക്ലീറ്റോ. ചോദിക്കില്ല അല്ലേ? വിട്ടുപോയതാ. വിട്ടുപോയതായിരിക്കുള്ളൂ. അമ്മാവൻ അവിടെ വന്നിരിക്കുന്നത് കൊള്ളാം. വായിന്ന് അറിയാതെ വല്ലത് ഹോട്ടലിലെ കാര്യമാകും. ഞാൻ സുകുമാരന്റെ കട ഉദ്ഘാടനം ചെയ്യണത് അറിഞ്ഞിട്ടില്ല, എന്നെ ക്ഷണിച്ചിട്ടില്ല, ഞാൻ പോയിട്ടില്ല. പോരെ? സായിപ്പരം കാണുമ്പോ കവാത്ത് മറക്കരുത്. ഞാനൊക്കെ എന്തോ ഒന്ന് നിന്നേ.
ഈ കുറിയുടെ ആവശ്യമില്ല ഇപ്പൊ. എന്തേ ഇത് കാണുമ്പോ മനസ്സിലാവും. ഇത് ഞാൻ ഉദ്ഘാടനത്തിന് പോയപ്പോ തൊട്ടതല്ല, അമ്പലത്തിന് തൊട്ടാ പറഞ്ഞു. വേണ്ട, കനകം വരുമ്പോ ഇതേപോലത്തെ കുറി ഉണ്ടെങ്കിലേ അപ്പൊ മനസ്സിലാവും. അതല്ലേ ഇപ്പൊ എന്തിനും കിടുവാണ്? ഓ, അമ്മയ്ക്ക് പുളി ഉടച്ചത് വേണോന്ന് കണ്ടില്ല എന്ന് പറയാം. പുളിയും മുളകും എടുക്കാൻ പോയവൾ എവിടെ പോയിരിക്കുന്നത് എന്തോ. അത് ഞാൻ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കും, എടുത്തോണ്ട് വന്നാ പോരെ. അതിന് ഇത്രയും താമസം ഉണ്ടാ? അവിടെ ഇനി എവിടെയാണെന്ന് അവക്ക് പോയി നോക്കിയെടുക്കണ്ടേ? എന്തോന്നിന് അവിടെ ഇരിക്കുന്നത് ഇങ്ങനെ എടുത്തോണ്ട് വന്നാ പോരെ. എടാ മറ്റേ ഉദ്ഘാടനേ, ആ തയ്യക്കടയുടെ നീ പറഞ്ഞത് എന്നാണ് അവർ പ്ലാൻ ചെയ്യുന്ന ഡേറ്റ്? ഞാൻ വിളിച്ചു വെച്ചപ്പോ അവര് നാളെ നോക്കിയപ്പോ 22 അങ്ങാണ്ട് വരും. 22-ാം തീയതി. 22-ാ? നീ അതെ നോട്ടീസ് ഇത്തിരി വലിപ്പത്തിൽ അടിച്ചോളാൻ പറ, പൈസ ഞാൻ കൊടുത്തോളാം. പുളിയും മുളകും എവിടെയാടി? അത് കിട്ടിയില്ല അമ്മേ, ഞാൻ നോക്കി. അതവിടെ ഞാൻ എവിടെ ഉണ്ടാക്കി വെച്ചിരിക്കല്ലേ. അമ്മാവൻ വന്ന് ചന്തയിൽ പോയിട്ട് വന്നു. അതെ, ചന്തയില് പോയിരുന്നു ഒന്ന്. ചന്തയില് ചീരയെ കൊടുത്ത് നല്ല പൈസ ആയിരിക്കും കയ്യിൽ. അത് കച്ചവടം കഴിക്ക്. അല്ല, ഞാൻ സദ്യ കഴിച്ചു. കല്യാണം ഉണ്ടായിരുന്നു എവിടുന്ന്? അല്ല, ഈ മറ്റേ ഇപ്പൊ ഹോട്ടലിലൊക്കെ ഇപ്പൊ സദ്യ ആണല്ലോ. ഇലട്ടിട്ട് 3 തരം പായസമൊക്കെ ആയിട്ട് സദ്യ. പല ഹോട്ടലിലും ഇപ്പൊ സദ്യ. ഹോട്ടലിൽ സദ്യ കിട്ടുന്ന ഹോട്ടലേതാണ്? അത് ഈ ധൃതിയിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ ഹോട്ടലിന്റെ പേരൊന്നും നോക്കിയില്ല. അത് സ്ഥലമില്ലേ? സ്ഥലം അറിയാലോ. അപ്പൊ എനിക്കറിയുന്ന സ്ഥലമൊക്കെ നിനക്കറിയോ? എന്തിനാ നീ സ്ഥലം അറിയണ്? നിനക്ക് ഇവിടെ ചോറുണ്ടല്ലോ, അങ്ങോട്ട് കൊട്ടിയാ മതി. ഞാൻ കഴിച്ച സ്ഥലം നീ എന്തിനാ അറിയണ്? അവൻ ചോദിച്ചല്ലേ ഉള്ളൂ. അല്ല, നോക്കി ഞാൻ എവിടെയൊക്കെ പോയി ഏത് ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നത് തന്നോട് പറഞ്ഞു. എന്തായാലും കഴിച്ചല്ലോ, ആ അത്ര അറിഞ്ഞാൽ മതി. കനകൻ എപ്പോഴാ വരിക എന്തെങ്കിലും പറഞ്ഞു? അയ്യോ, പോലീസുകാരൻ ഒരു ഹോട്ടലിന്റെ ഉദ്ഘാടനത്തിന് പോയേക്കാ. ഞാൻ കണ്ടായിരുന്നു. അല്ല, അവൻ പോകുന്ന വഴിക്ക് ഞാൻ വഴിയിൽ വെച്ച് അവനെ കണ്ടായിരുന്നു. അവൻ ഇങ്ങനെ പോകുന്ന കാര്യം എന്നോട് പറഞ്ഞായിരുന്നു. ചേച്ചിക്ക് ഇന്ന് ഇവിടുന്ന ഊണ്? എനിക്ക് ഇഷ്ടമുള്ള അടുത്തുനിന്ന് കഴിക്കും. നീ എന്തിനാ എൻ്റെ അടുത്ത് ചോദിക്കുന്നത്? എന്താ ചേച്ചി ഇന്ന് നിലത്ത് കയറില്ല? ഞാൻ പറഞ്ഞു എൻ്റെ കനക കിടക്കുന്നോണ്ട് കഞ്ഞി വെച്ച് വെള്ളം കുടിക്കുക എനിക്ക് ഒക്കുന്നെന്ന് പറഞ്ഞു. അത് കേട്ട പാതി കേൾക്കാത്ത പാതി അവള് വന്ന് ഈ ഭദ്രകാളി എടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ തുള്ളാനൊന്നുമില്ല. ആദ്യം നീ നിന്റെ ഭാര്യയെ നിലയ്ക്ക് നിർത്ത്, എന്നിട്ട് മതി എൻ്റെ അടുത്ത്. ഓ, വല്ല കാര്യമുണ്ട്? അതെ, ഞാനെന്നാ കുറച്ചു നേരം കിടക്കട്ടെ. അമ്മാവൻ കിടക്കാൻ പോവാ? കുറച്ചു നേരം കിടന്ന് വെയിലറിയിട്ടാണ്ട് പോവാ. സദ്യ കഴിച്ചല്ലേ, നല്ല ക്ഷീണം കാണും. അതെ, ഇപ്പൊക്കെ സദ്യ ഹോട്ടലിലൊക്കെ നല്ല ഭക്ഷണം. കുറച്ചു നേരം കിടക്കട്ടെ. ഞാനങ്ങ് വരാം. അതിന്റെ പ്രായച്ചിത്തമാണ് ഞാൻ അങ്ങനെ പറഞ്ഞു പോയത്. അതാണ്ട ഈ കുന്തം ചോറ് വേണ്ട. കാക്കയും കോഴിയും തിന്നത്തില്ല, പിന്നെയാണ് എനിക്ക് എന്തെങ്കിലും കേട്ടോ. പോ, കഴിഞ്ഞ ജന്മത്തിൽ അമ്മേന്റെ ശത്രുവായിരുന്നു. തന്നെ തന്നെ എന്തൊരു ഇടിയാണോ. ചോറിനാ വിളിച്ചോണ്ട് വന്ന് എന്നെ പറഞ്ഞാ മതി. നിനക്കൊരു കാര്യം മനസ്സിലായ? ചോറ് വന്നിട്ടില്ലെന്ന് കഴിച്ചപ്പോ തന്നെ മനസ്സിലായില്ല. അയ്യോ, ഒന്നും പറഞ്ഞില്ല, ഞാൻ ഒന്നും പറഞ്ഞില്ലേ. നോക്കിയത് എന്തോ പറയാൻ ഇങ്ങനെ വിമ്മിഷ്ടപ്പെട്ടിരിക്കണോണ്ട് നോക്കിയതാ. എവിടെ? ഇനി മുതൽ പാപ്പ പോലെ ഞാൻ കഞ്ഞി ഉണ്ടാക്കി തരും. അമ്മാവനും തങ്കം ചേട്ടത്തി ഒത്തു കളിക്കുന്നുണ്ടോന്നൊരു സംശയം. എടാ പൊട്ട, അത് തന്നെയാണ് നിന്റെ അടുത്ത് ഞാൻ അവിടെ വെച്ച് പറഞ്ഞത്. നിനക്ക് എന്തെങ്കിലും മനസ്സിലാവുമോ എന്ന് ചോദിച്ചത്. ചോറ് വെന്തു. അതായത് സദ്യ കഴിച്ചു ഉടനെ ഏത് ഹോട്ടലിലാന്ന് പറഞ്ഞപ്പോ ഒരു ബബ്ബേ സ്ഥലം പറയുന്നില്ല. അതേപോലെ കനകനെ ഞാൻ കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നൊരു ബബ്ബേ. അപ്പോഴൊക്കെ തങ്കഞ്ചേട്ടൻ ഇങ്ങനെ കൈ കൊണ്ട് ഞോണ്ടി. ഞാൻ നോക്കിയത്. എടാ, ഞാനതൊക്കെ ശ്രദ്ധിച്ചു. പിന്നെ അല്ലാതെ എനിക്കപ്പോഴേ തോന്നി അമ്മാവന്റെ പറച്ചിൽ, അമ്മാവന്റെ പ്രകടനത്തിലൊക്കെ ഭയങ്കര അസ്വാഭാവികത, ആർട്ടിഫിഷ്യൽ. അത് ഞാൻ ശ്രദ്ധിച്ചു. ഉരുണ്ടുകളി എന്നൊക്കെ പറഞ്ഞിട്ടേ. അമ്മാവൻ ഈ പറയുന്ന ഉദ്ഘാടനത്തിന് പോയിട്ടുമുണ്ട്, അവിടുന്ന് സദ്യ കഴിച്ചിട്ടുമുണ്ട്, കനകമച്ചപ്പയെ കണ്ടിട്ടുമുണ്ട്. അത് തന്നെയാണ് എനിക്കും തോന്നിയത്. അത് അമ്മാവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം. പക്ഷേ കടിച്ച പാമ്പനെ കൊണ്ട് വിഷം ഇറക്കിക്കുക. പക്ഷെ അത് നമ്മള് അങ്ങനെ അങ്ങടെ അമ്മാവൻ്റെ അടുത്ത് ചോദിച്ചാൽ അമ്മാവൻ പറയില്ല. പിന്നെ എങ്ങനെ അമ്മാവൻ ഇച്ചിരി ബുദ്ധി പ്രയോഗിച്ചിട്ട് അത് ചോദിച്ച് അമ്മാവൻ്റെ അത് മനസ്സിലാക്കി എടുക്കണം. ബുദ്ധി എൻ്റെ കയ്യിലുണ്ട്. ചോദിച്ചാലോ? ബാ, അങ്ങനെ അങ്ങ് തുടങ്ങാളക്കാരെ കളിപ്പിക്കാൻ നിൽക്കണ്ടേ.
നല്ല ഉറക്കം, ശല്യം ചെയ്യണ്ട. വിളിച്ചോണത്ര അങ്ങോട്ട്. ഉറക്കത്തിൽ നിന്ന് വിധിയെ വിളിച്ചു നോക്കാം. എന്താടാ ഇങ്ങനെയാണോ? അമ്മായിയുടെ കാലൊടിഞ്ഞു. സീരിയൽ അമ്മായിയുടെ സീരിയലിലെ കഥ പറയാൻ ഇവിടെ വന്ന് നിൽക്കണോടാ. അല്ല അവിടെ ഉറങ്ങണ കണ്ടില്ലേ? എനിക്ക് പടം എടുത്തു. അല്ല മാവാ, ഞാനതല്ല അമ്മാവനെ, ഞാനേ വേറെ ഗൗരവമുള്ളൊരു കാര്യം അമ്മാവനോട് പറയാൻ വേണ്ടിയിട്ടാണ് അമ്മാവാ. അമ്മാവൻ്റെ പെങ്ങടെ മോൾ മരുമകൾ, അതായത് തങ്കം എൻ്റെ സ്വന്തം ഭാര്യ. ആള് അത്ര അങ്ങോട്ട് കറക്റ്റ് അല്ല അമ്മ. അവള് കറക്റ്റ് അല്ല എന്നൊക്കെ അറിയാലോ. കറക്റ്റായിരുന്നു എൻ്റെ കൂടെ ഇറങ്ങിപ്പോരും. അന്നേ തീരുമാനിച്ച അവള് കുഴപ്പമില്ലാന്ന്. ഇത് പറയാനപ്പോൾ ഇവിടെ വന്ന് പോയിക്കാറുണ്ട് പിന്നെ പോവാല്ലേ? സത്യസുമാരി. അല്ല അല്ല അതല്ല, അതവിടെ ഉണ്ട്, അതവളുടെ പ്രശ്നം. അവൾക്കൊരു നിലപാടില്ല കാര്യങ്ങളിലൊന്നും. അല്ല അത് അല്ല, ഇത് വേറൊരു വിഷയം. നമ്മുടെ ഒരു സുകുമാരൻ മാമൻ ഇന്ന് ഹോട്ടൽ ഉദ്ഘാടനം നടത്തിയ ഒരു സുകുമാരൻ മാമനുണ്ടല്ലോ. മാമൻ്റെ ഹോട്ടൽ ഉദ്ഘാടനത്തിന് എന്നെ വന്ന് വളരെ കാര്യഗൗരവമായിട്ട് വിളിച്ചു. നിന്നെ വിളിച്ച? എന്നെ വിളിച്ചു. പക്ഷേ നമ്മുടെ കുടുംബത്തിലെ കാരണവരായ അമ്മാവനെ വിളിച്ചില്ല. അങ്ങനെ അമ്മാവനെ വിളിക്കാത്തടത്ത് ഞാൻ അവിടെ വലിഞ്ഞു കയറി പോകുന്നത് ശരിയാണോ? ശരിയല്ല. പക്ഷേ അമ്മാവൻ്റെ മരുമകൻ പോലീസുകാരൻ അങ്ങനെ സദ്യ നക്കാനായിട്ട് പോയേക്കാണ്. പിന്നെ അവൻ ഈ പറഞ്ഞ മാതിരി ബന്ധങ്ങളോ അമ്മാവനെന്നോ കുടുംബമോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. വളരെ മോശമായി പോയി. ഈ കുടുംബത്തിലെ ഏറ്റവും പ്രായത്തിൽ മൂത്ത ആളാണോ മാമൻ? ഇന്നോ നാളെ ചോറിലെ ഭിത്തിക്കകത്ത് കയറേണ്ട ആള്. അങ്ങനെ ഒരാളെ വിളിക്കാത്തതിന് ഈ അനന്തരം ഒരുങ്ങിട്ട് പോകുന്നത് ശരിയാണോ? അതാ പറഞ്ഞത്. അല്ലാതെ നിങ്ങളെങ്ങനെ അറിഞ്ഞാൽ? എല്ലാം അറിയുന്നവൻ ക്ലിറ്റസ് മുത്തായി. അമ്മാവ ഇതൊക്കെ നമ്മൾ അറിഞ്ഞു. അല്ല അന്നെ ക്ഷണിച്ചു എന്നാ പറഞ്ഞത്? അന്നെ ക്ഷണിച്ചോ? പിന്നെ എന്നെ ക്ഷണിക്കാം. പക്ഷെ അമ്മാവനെ ക്ഷണിക്കാത്തോണ്ട് ഞാൻ പോയില്ല. തങ്കം അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. തങ്കം എന്ന് പറഞ്ഞ തങ്കം പറഞ്ഞത് അന്നെ ക്ഷണിച്ചില്ല, എന്നെയും കനകനെയും ക്ഷണിച്ചു. അതുകൊണ്ട് ഞാൻ അവിടെ മറ്റേ ഹോട്ടൽ ഉദ്ഘാടനത്തിന് പോയ വിവരം ക്ലീറ്റോനോട് പറയരുത്, പറഞ്ഞാൽ ക്ലീറ്റോ വിഷമിക്കും. അതുകൊണ്ടല്ലേ ഞാൻ അവിടെ വന്ന് അങ്ങനെ ഉരുണ്ട് കളിച്ചത്. അമ്മാവനെ ക്ഷണിച്ചെന്നാ പറയണേ? പിന്നെ ഞാൻ പോയി അസല് സദ്യം കഴിച്ചു വന്നില്ലേ? എങ്ങനെ ഇരിക്കുന്നു? ആഹാരം കഴിച്ചോണ്ടിരുന്നപ്പോ അവിടെ വന്നു കയറി സദ്യ ഏത് ഹോട്ടലിൽ കിട്ടുമെന്ന് ചോദിച്ചപ്പോ ഉരുണ്ടുകളി കണ്ടില്ലേ? അപ്പഴേ എനിക്ക് കാര്യം മനസ്സിലായി. തങ്കം നിർബന്ധിച്ചപ്പോ ഇവൻ വിഷമിക്കാതിരിക്കാൻ, അപ്പൊ ഞാൻ അതിനനുസരിച്ച് നിന്ന്. ശരി, നിങ്ങളുടെ ഒരു ആളാണ് അമ്മാവ. പെണ്ണുങ്ങൾ പറയണ വാക്കും കിട്ടണ്ട അവരെ കൂടെ ഭക്ഷണം പിടിച്ചങ്ങ് നടക്കാൻ നാളല്ലേ നിങ്ങൾക്ക് വല്ലപ്പോഴും 2 പെഗ് നക്കം വാങ്ങിച്ചിരണം ഞാനല്ലേ? എന്നോട് നിങ്ങളിത് കാണിച്ചല്ല. മോശം മോശം കേട്ടാ. അപ്പൊ നിങ്ങൾ പോയല്ലോ. പോയി, അതെനിക്കറിയണമായിരുന്നു. അത് മതി. പിന്നെ ഇത്രയൊക്കെ പ്രായമായില്ല, കുറച്ച് പക്വത കാണിക്കും. പക്വത ജീവിതത്തിൽ. ഉദ്ഘാടനത്തിന് പോയി നിങ്ങൾ ഞഞ്ഞ അടിച്ചല്ല, അത്ര എനിക്ക് അറിഞ്ഞാൽ മതി. മതി. ഇനി നിങ്ങളൊന്നും പറയണ്ട. ബാക്കി അവക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. പടാ ഫ്രം കൊടങ്ങാള ഫാമിലി. അല്ല അത് നോ. ഓഹോ, അപ്പൊ കൊടുത്തു വാങ്ങിയായിരുന്നു അല്ലേ? ഇവിടെ ശരിയല്ല. എന്തായാലും അമ്മാവന്റെ വായിന്നത് കേൾക്കണമെന്ന് അത് കേട്ട്. കൂട്ടുപ്രതി. ആഹാ, എവിടെ അമ്മാവനെ കാണാനായിരിക്കും അല്ലേ? അയ്യോ, എന്തായി? എന്താവാൻ നിനക്കൊരെണ്ണം തന്നോണ്ടല്ലോടി. ആള് കളിക്കുന്ന നീ എന്റെ അടുത്ത് എന്താടി? എന്താന്ന് നിന്റെ താല് പറഞ്ഞ അമ്മ അവിടെ ഉദ്ഘാടനത്തിന് പോയില്ലെന്ന് അമ്മാവൻ പറഞ്ഞു. അമ്മാവൻ ഉദ്ഘാടനത്തിന് പോയി മൂക്കുമുട്ട സദ്യ കഴിച്ച് കനകമറ്റമ്മയോട് കാണുകയും ചെയ്യും. ആണോ? അയ്യോ, ഞാൻ അറിഞ്ഞില്ല. തങ്കം, നീ അമ്മാവനെ കൊണ്ട് പറഞ്ഞു പറയിപ്പിച്ചല്ലേടി അവിടെ പോയില്ല എന്നെല്ലാം പറയണമെന്ന്. എന്റെ ദൈവമേ, എന്തിനാ ക്ലീറ്റോ ഇങ്ങനെ നുണ പറയണ? ഞാൻ അറിഞ്ഞിട്ട് പോലില്ല ഞാൻ അങ്ങനെ പറഞ്ഞെന്ന്. അമ്മാവൻ പറയട്ടെ. അയ്യോ, എന്തൊരു ഭാവപ്രകടനമാണ്. മലയാള സിനിമയിൽ കുറച്ച് നടിമാരുണ്ട്, അവനെ നീ വെളിയിലാക്കി കളയും. ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ നിനക്ക് ഞാൻ പറഞ്ഞോ? എന്തേ ഞാൻ പറഞ്ഞോ? എന്തേ പോയ കാര്യം പറയണ്ടെന്ന് ക്ലീറ്റോനോട് പറയണ്ടെന്ന് ഞാൻ പറഞ്ഞോ? എവിടെ പോയ കാര്യം തങ്കം? കണ്ണു വെട്ടിച്ചു. ഉദ്ഘാടനത്തിന് അമ്മാവൻ പോയോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞാൻ പോയില്ല. പിന്നെ രണ്ടുപേരുണ്ട് സാക്ഷികള്. അല്ല നിങ്ങൾ അങ്ങനെ ചോദിച്ചപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞു. പറഞ്ഞു അതേടി നിർത്തണി.
പറഞ്ഞു പറയിപ്പിച്ചല്ലേ? അല്ലേ അല്ലേ? നിങ്ങൾ ചോദിച്ചപ്പോ ഞാൻ പോയി എന്ന് പറഞ്ഞു, അവള് പോവരുതെന്ന് പറയാൻ പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ പറയാൻ പറഞ്ഞൂന്ന്. അത് പിന്നെ ക്ലീറ്റ് അങ്ങനെ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കും. ഒത്തുകളി സ്വന്തം ഭർത്താവിന്റെ മുമ്പിൽ ഒത്തുകളി. കുടുംബക്കാരെ എല്ലാരും കൂടെ ചേർന്ന് നമ്മളെ അങ്ങ് നാറ്റിക്കണം, നാണമില്ലാതെ കുറെ എണ്ണം. അതെ, ആണുങ്ങളായാലേ വാക്കിന് വ്യവസ്ഥ വേണം. ഇത് പറയാനാണ് ഞാൻ പറഞ്ഞത്. കഴിയൂല്ലെങ്കിൽ പിന്നെ എന്തിനാ ഏറ്റത്? ഇത്ര പ്രായമായില്ലേ, പക്വത കാണിക്കാൻ മാവ, പക്വത. മതി മതി, ഇനി ഒരുപാട് അങ്ങോട്ട് ഇവിടെ നടിക്കണ്ട. അല്ല, എന്തെങ്കിലൊക്കെ വിചാരം. ഇന്ന് ഞാൻ ആരേനെ കണിയുണ്ട്. ഉച്ചയ്ക്ക് കയറി വന്ന വഴിക്ക് ചേച്ചി പറയുന്നത് കേട്ടു, ആണുങ്ങളായ വാക്കിന് വില വേണം, പക്വത വേണമെന്ന്. കുറച്ചു മുമ്പ് നിങ്ങൾ റൂമിൽ വന്നിട്ട് പറയുന്നത് കേട്ടു, പ്രായം എത്രയായില്ലേ, ആണുങ്ങളായ പക്വത വേണമെന്ന്. ഇതപ്പം ഇവളും അത് തന്നെ പറഞ്ഞു. നീ ലില്ലിയും കൂടിയേ പറയാനുള്ളൂ എൻ്റെ പക്വതയെ കുറിച്ച്. അതിന് മുമ്പ് ഞാൻ ഇവിടുന്ന് പോവാനല്ലേ. നീ പോണോ? ചായ എടുത്ത് വെച്ചിരിക്കുന്നു, കുടിച്ചിട്ട് പോ. അയ്യോ, എനിക്ക് ചായയും വേണ്ട, ഒന്നും വേണ്ട. രണ്ട് തെറ്റേ ഞാൻ ചെയ്തുള്ളൂ. ഒന്ന് ഗിരിജാനെ 2 ദിവസം മുമ്പ് ചേച്ചെടുത്ത് കൊടുന്നാക്കിയത്. പിന്നെ ഒന്ന് സുകുമാരന്റെ ഹോട്ടൽ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചു, ഞാൻ അവിടെ പോയി. അതിന് ഇത്രയും ശിക്ഷിക്കരുത് ഇന്നെ എല്ലാവരും കൂടി. നിന്നെ ക്ഷണിച്ചാ? ആ, ക്ഷണിച്ചു. ചേടാ, ഞാൻ പച്ച ജീവനോടുകൂടി ഇരിക്കുകയല്ലേടാ. അപ്പൊ എന്നെ ക്ഷണിക്കാത്ത സ്ഥലത്ത് നീ പോയത് തെമ്മാടിത്തരമാണാടാ. തെമ്മാടിത്തരം അല്ലേ? എന്ത് തെമ്മാടിത്തരം? ഞാനൊരാണാണ്, പക്വതുള്ള മനുഷ്യനാണെന്ന് മനസ്സിലായി എന്നെ ക്ഷണിച്ചു, ഞാൻ പോയി. അതിലെന്താ തെറ്റ്? ഓ, വല്ലാത്ത പക്വത തന്നെയാണ്. ഇതാണാടാ ഒരു പക്വത? എന്നെ വിളിക്കാത്തത് നീ പോയത് തെറ്റാണ്, തെമ്മാടിത്തരമാണ്. അത് പക്വതയല്ല. അല്ല, എന്തിനാ ഇനിയിപ്പോ പറയുന്നത്? നിന്റെ കല്യാണം കഴിഞ്ഞപ്പോഴേ നീ ഞങ്ങളുടെ മനസ്സിൽ നിന്ന് പോയല്ലോ. അല്ല, അതല്ലെന്നേ, നമ്മുടെ രണ്ടാളുടെയും 2 വീടല്ലേ. എന്നെ അവിടെ വന്ന് ക്ഷണിച്ചു, ചേച്ചീനെ ഇവിടെ ക്ഷണിച്ചിട്ടുണ്ടാവും കരുതി. ക്ഷണിക്കാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാ? എടാ, അപ്പൊ അവന് ഈ വീട് ഇറങ്ങിയോടെ വരുന്ന? അവനോട് ചോദിക്കണം. എടാ, നിന്നെ വിളിക്കുന്നിടത്തേ ഞാൻ പോകത്തുള്ളൂ. ഞാൻ പറഞ്ഞയക്കുന്നില്ല. എന്റെ ചെറുക്കൻ എവിടെ ഉണ്ട്, അവനെ പോയി വിളിക്കാൻ. അങ്ങനത്തെ സ്ഥലത്താണ് ഞാൻ പോയിട്ടുള്ളത്, നീ അത് മനസ്സിലാക്കണം. എന്നിട്ട് അവൻ അവിടെ ഒന്ന് പറഞ്ഞിരിക്കുന്നു, ഞാൻ ഹോട്ടലിൽ പോയി നല്ല സദ്യ കഴിക്കാൻ പോയി. അല്ല, അത് വേറെ. അത് ഏത് വേറെ? നുണയനാടാ നീ, നുണയനാടാ നീ. അതെ, ഇന്നത്തെ ദിവസം ശരിയല്ല. എന്നെ ക്ഷണിച്ചു, ഞാൻ പോയി. എനിക്ക് അത്ര അറിയുള്ളൂ. എന്നെ കാണാടാ. ഭയങ്കര മോശമാണ് ഈ കാണിച്ചല്ലേ അമ്മ? പിന്നെ തന്നെയല്ലേ? ഇത് തന്നെയാണ് നിങ്ങളെ മോൻ എൻ്റെ അടുത്ത് കാണിച്ചത്. എന്നെ ക്ഷണിക്കാത്തടത്താണ് നിങ്ങളെ മോൻ വലിഞ്ഞു കയറി സദ്യ ഉണ്ണാൻ വേണ്ടി പോയത്. ഇതിനാണ് ഞാൻ പരാതി പറഞ്ഞത്. പിന്നെ പ്രായത്രയൊക്കെ ആയില്ലേ, കുറച്ചുകൂടെയൊക്കെ പക്വത കാണിക്കും കേട്ടാ.